ഹലോ, ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ടാപ്പിയോക്ക വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാപ്പിയോക്ക ബോൾസ് ആണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ തവണ വീഡിയോയിൽ നമ്മുടെ പറമ്പിലുള്ള മരങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ മരം അവക്കാഡോൻ്റെ മരമാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഇത് പോവുക. അതുപോലെ തന്നെ അവക്കാഡോ ഉണ്ടാവുമ്പോൾ ഈ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലേ ഉണ്ടാവാറുള്ളൂ. ഈ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പലപ്പോഴും കിട്ടാറില്ല. അതും കൊല്ലത്തിൽ ഇത് ഉണ്ടാവുന്നത് തന്നെ ഒരു 5-6 എണ്ണമായിരിക്കും മിക്കവാറും. അതിൽ തന്നെ ഒരു 2-3 എണ്ണം നമുക്ക് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. കാര്യം ഇത് പഴുത്ത് കാര്യം ഇത് പൊട്ടിക്കാനുള്ള തോട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കിളികൾ കൊണ്ടുപോയിട്ടുണ്ടാവും. സോ നമുക്ക് അവക്കാഡോൻ്റെ മരമുണ്ട് എന്ന് പറയാം. അവക്കാഡോ 1-2 കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ടാപ്പിയോക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുന്നത്. നാടൻ ടാപ്പിയോക്ക ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അത് വെച്ചിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും. അങ്ങനെ നമ്മൾ പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ വെളിച്ചെണ്ണയിൽ സവാള ഇട്ടു. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീഫ് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് മുരിഞ്ഞ് വരണം. മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയുടെ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കാര്യം ഇത് നമ്മൾ ബോൾസ് ആക്കുമ്പോൾ കുഞ്ഞാക്കി കട്ട് ചെയ്താലാണ് നമുക്ക് എല്ലാം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ടാപ്പിയോക്ക നല്ല നാടനായതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടും, നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടും. അതിനെ നമ്മളൊരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് കട്ടയില്ലാതെ കൈവച്ച് നല്ലപോലെ ഉടച്ച് ഇതുപോലെയുള്ളൊരു പരുവാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ഇങ്ങനെ ബോൾസ് പിടിക്കാൻ വേണ്ടിയിട്ട് ടാപ്പിയോക്ക ആകുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെ വഴുവഴായി അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിനെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. ടാപ്പിയോക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പികൾക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല, നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മൾ ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഷേപ്പിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അരികൊക്കെ പൊട്ടിപ്പോവും. പിന്നെന്താ അങ്ങനെ ഒരു നല്ല നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഷേപ്പിലാവില്ല, അരികൊക്കെ പൊട്ടിയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതാവുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോഴും നല്ല നാടനായിട്ടുള്ള കൊള്ളിയിലാണ് ഉണ്ടാക്കേണ്ടത്, അപ്പോഴാണ് അത്രയും ടേസ്റ്റും ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളിതാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒട്ടിപ്പിടിക്കുമല്ലോ, സ്റ്റാർച്ചി ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കൈയിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലേക്ക് ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുവ് ഒന്ന് കുഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നടുവൊന്ന് കുഴിച്ചിട്ട് അറ്റത്തേക്ക് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിന് വേണം അങ്ങനെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നാലാണ് നമ്മുടെ സ്നാക്ക് അത്രയും നല്ലതുമായിരിക്കും. എന്നിട്ട് ഇതിനെ ഇതേപോലെ മടക്കി കൊടുക്കുക. പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നമുക്ക് വേറെ ഇതൊന്നും ഉപയോഗിച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അങ്ങനെ ഇതിനെ റോൾ ചെയ്ത് ഒരു ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. മറ്റേ മുട്ടയുടെ ബാറ്ററിൻ്റെ അങ്ങനത്തെ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വേഗം തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് പിടിച്ച് കിട്ടും. പിന്നെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ടാപ്പിയോക്ക വെച്ചിട്ട് ജോജുമ്മ പല ടൈപ്പ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഈ ടാപ്പിയോക്ക ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് മീനിട്ടിട്ട് വെക്കുന്നതാണ്. അതും മീനിട്ട് വെക്കുന്ന രീതി നമ്മുടെ ആ ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ ആ ഒരു റെസിപ്പി കഴിച്ചിട്ടുള്ളൂ. നമ്മൾ മീനിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കൊള്ളി മീനിട്ട് വെക്കുന്നത് പല റെസ്റ്റോറൻറ്റ്സിലും അവൈലബിൾ ആണ്. കൊച്ചിയിലൊക്കെ കിട്ടുന്ന കൊള്ളി മീനിട്ട് വെക്കുക എന്ന് പറയുന്ന പരിപാടിയേ അല്ല നമ്മുടെ വീടുകളിൽ. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, അതായത് ജോജുമ്മ ഉണ്ടാക്കുന്ന, വല്യമ്മ ഉണ്ടാക്കുന്ന, അങ്ങനെ അവരുണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള മീനിട്ട് വെക്കുന്ന കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. നമ്മളതിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൊള്ളി മീനിട്ടത് എൻ്റെ ഫേവറേറ്റാണ് കൊള്ളിയിൽ. അപ്പോൾ അതാണ് ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതുപോലെ ടാപ്പിയോക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഈ ടാപ്പിയോക്ക വെച്ചിട്ടുള്ള നമ്മുടെ 2 റെസിപ്പീസും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാം ബോളാക്കിയിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്, എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സാണ് എനിക്കതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വീട്ടിലെപ്പോഴും സ്നാക്സൊക്കെ ചെയ്തെടുക്കാറുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ടാപ്പിയോക്ക ബോൾസ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ ആ ലെയറൊക്കെ കറക്റ്റായിട്ട് അതുപോലെ വന്നിട്ടുണ്ടോ. മസാല ഡ്രൈ ആയിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ സ്നാക്ക് കിട്ടുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്